ഹലോ ഹായ് ഇന്ന് നമ്മൾ മേശൻ്റെ മുഖച്ഛായ ഒന്ന് മാറ്റി സംഭവം നല്ല ഭംഗിയുണ്ട് ഒട്ടിക്കാൻ അറിയുന്നവർ ഒട്ടിച്ചാൽ ഇതിനേക്കാളും വൃത്തിയും ഭംഗിയും ഉണ്ടാവും തോന്നുന്നു ഇവിടെ കുറച്ച് എയർവ് കുടുങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് കീറിയൊക്കെ പോയിരുന്നു ഇതായിരുന്നു മേശേൻ്റെ മുന്നത്തെ അവസ്ഥ കേട്ടോ ഞങ്ങൾ ഈ കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കട്ടറൊക്കെ നിൽക്കുന്നില്ലേ അങ്ങനെ പല സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ പൊടിയായിട്ട് തുടക്കാനും പറ്റില്ല മാറാലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇടങ്ങാറേനു കുറേ ആയി ഞാൻ വാങ്ങണം വിചാരിക്കുന്നു പൈസ ഉണ്ടാകുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ഓർമ്മ ഉണ്ടാകുമ്പോൾ പൈസ ഉണ്ടാവില്ല പറഞ്ഞ മാതിരിയാണ് ഉണ്ടാവുക അങ്ങനെ ഏതായാലും എൻ്റെ അനിയത്തിയാണ് ഇട്ടത് ഓർഡർ ചെയ്തത് ഓളെ ഓർഡർ ചെയ്തുകൊണ്ടാണ് ഈ കളറായത് ഞാനാണെങ്കിൽ വൈറ്റിൽ ഗോൾഡൻ ടച്ചുള്ളത് ചെയ്യുമായിരുന്നു കാരണം എനിക്ക് ഫോട്ടോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ടും ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എടുക്കുമായിരുന്നു ഇതിൽ ഫോട്ടോ എടുത്തിട്ട് എന്താ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊണ്ടുവച്ച പോലെ ഒരു ഫീലായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലുക്കായപ്പോൾ എനിക്ക് സുഖമുണ്ട് വീഡിയോ എടുക്കാനൊക്കെ മറ്റേ വൃത്തികേട് കാണണ്ടോ എന്ന് നോക്കാതെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഈ കേക്ക് എൻ്റെ മോള് സ്കൂൾ ഇലക്ഷനിൽ നിന്നിട്ട് സെക്കൻഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഓൾക്ക് കൊണ്ടുപോകണമെന്ന് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണമെന്ന് കുറേ ദിവസമായി പറയണം അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്പഞ്ചായിരുന്നു നല്ല എന്താ പറയുക നല്ല സോഫ്റ്റും നല്ലൊരു പെർഫെക്റ്റ് സ്ട്രക്ചറും ഉണ്ടായിരുന്നു സ്പഞ്ചിന് അപ്പോൾ ക്ലാസ്സിലേക്ക് കേക്കും ടീച്ചേഴ്സിന് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ചോക്ലേറ്റും കൊടുക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാന് അപ്പോൾ എല്ലാ പണികളും കൂടെ ചെയ്യാൻ കേട്ടോ എനിക്കാണെങ്കിൽ പനിയാണ് പനി ഇങ്ങനെ മാറി വരുന്നേ ഉള്ളൂ അപ്പോൾ ചെയ്യാൻ കഴിയില്ല വെച്ചിട്ടാണ് അതിന് മുന്നത്തെ ദിവസം കൊടുക്കാതിരുന്നത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇന്ന് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ കേക്ക് ചെയ്യുമ്പോഴൊക്കെ മാംഗോ ക്രഷ് ആയാലും സ്ട്രോബെറി ക്രഷ് ആയാലും ഒക്കെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോഴല്ലേ നമ്മൾ വീട്ടിൽ ചെയ്ത ഹോം മെയ്ഡ് കേക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ മാക്സിമം വീട്ടിൽ എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കലുണ്ട് മിൽക്ക് മെയ്ഡ് ക്രീമും ഞാൻ വാങ്ങിക്കാറാണ് ബാക്കി ചെയ്യാൻ പറ്റുന്നതൊക്കെ വീട്ടിൽ ചെയ്യൽ തന്നെയാണ് പിന്നെ അതുപോലെ കുനാഫക്കുള്ള ഡോ അത് വാങ്ങണമല്ലോ പിന്നെ അതിലേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീം ചീസ് അതൊക്കെ ഞാൻ വീട്ടിൽ ചെയ്തെടുക്കാൻ തന്നെ ശ്രദ്ധിക്കാറാണ് അപ്പോൾ നമ്മൾ കേക്ക് ഞാൻ സ്ട്രോബെറി കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഫില്ലിങ് കൊടുത്തത് അപ്പോൾ പിന്നെ ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കളറൊന്നും വേണ്ട വെച്ചിട്ട് കുറച്ച് കളറാണ് യൂസ് ചെയ്തത് അതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ പണികളും പുരോഗമിക്കുന്നുണ്ട് ടീച്ചേഴ്സായിട്ടൊരു 40-45ഓളം ആളുകളുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അപ്പോൾ ഓരോന്ന് കൊടുക്കാനുള്ള രൂപത്തിലെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ ഒരു 40 ചോക്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതൊന്ന് റാപ്പ് ചെയ്യണം അത് റാപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെയാണ് ഞാൻ റാപ്പ് ചെയ്യാറുള്ളത് ഇതിൻ്റെ ഗോൾഡൻ ഷീറ്റൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാൻ റാപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ഒരു 40 ചോക്ലേറ്റ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിൽ ഫില്ലിങ്ങിന് നമ്മൾ കാരമൽ ചെയ്ത് പീനട്ടാണ് ഇട്ട് കൊടുത്തത് എന്നാലും എന്താ പറയുക നമ്മൾ സ്നിക്കേഴ്സൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ചോക്ലേറ്റ് യൂസ് ചെയ്തത് മിൽക്ക് കോമ്പൗണ്ടാണ് വാനിലയുടെ മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മറ്റേ പൊടിയും ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ സ്പേസൊക്കെ സാധനങ്ങൾ മാറ്റി അവിടെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ വേണമായിരുന്നു ചെയ്യാൻ അപ്പോൾ കുറേ യൂസ്ഫുള്ളായി ഈ ഒരു സംഭവം അപ്പോൾ നിങ്ങളുടെ ടേബിളൊക്കെ അങ്ങനെ വൃത്തികേടായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ ഒരു 150 രൂപയൊക്കെ റേറ്റേ വരുന്നുള്ളൂ ഒരു ഷീറ്റിന് 2 ഷീറ്റ് കൊണ്ട് ഒരു ടേബിൾ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഷീറ്റ് എനിക്ക് ബാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ 3 ഷീറ്റിന് ഓർഡർ ചെയ്തതിലുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കൊണ്ട് സ്കൂളിൽ പോയി അതാണ് കേട്ടോ എൻ്റെ മോള് ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരാളേനി അപ്പോൾ പിന്നെ ഇപ്പോൾ സ്മാർട്ടാണ് ഇപ്പോൾ ഉഷാറായി വലുതായതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഏതായാലും ആൾ ഉഷാറാണ് എല്ലാത്തിനും ഉഷാറാണ് സ്മാർട്ടാണ് അങ്ങനെ സ്കൂൾ ഇലക്ഷനിൽ ഓൾക്ക് സെക്കൻഡാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ലീഡറിന് വന്നായിരുന്നു സെക്കൻഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓൾക്ക് സ്കൂൾ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹോം ബേക്കറാണെന്ന് കുട്ടികൾക്കൊക്കെ അറിയണോണ്ട് പോലെ ആദ്യം കേക്ക് പ്രതീക്ഷിച്ചിനിന്ന് പറഞ്ഞിട്ട് ഓള് ചോദിച്ചു എന്താണ് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തു കൊടുത്തത് ഒരു ക്ലാസ് കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുമല്ല മിഠായി കൊടുക്കേണ്ട ആവശ്യമുള്ളല്ലോ എന്നൊക്കെ കരുതി നിന്നേന് ഞാൻ 1300ഓളം കുട്ടികളുള്ള സ്കൂളിൽ ഓളൊരു കാൻഡിഡേറ്റ് ആവുകയും ചെയ്തു വളരെ വാശിയേറിയ മത്സരമായിരുന്നു ടീച്ചേഴ്സൊക്കെ പറഞ്ഞപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ എന്ന് പിന്നെ ഞാനും അങ്ങോട്ട് വിചാരിച്ചു കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നടത്തി കൊടുക്കണം എന്നാണല്ലോ അങ്ങനെ ഓൾ അതും നടന്നു ഞാനാണെങ്കിൽ ഒരു ലോങ് വീഡിയോ ഇടാനൊരു വിഷയം കിട്ടാതെ നിൽക്കുകയാണ് എനിക്കൊരു വിഷയം കിട്ടി അങ്ങനെ കാക്കൻ്റെ വിശപ്പും മാറി പശുവിൻ്റെ ചൊറിച്ചിലും മാറി